തെഹൽക്ക നടത്തിയ ഒരു ഒളിക്യാമറ സംഭാഷണത്തിൽ അയാൾ പറയുന്നുണ്ട്, അയാൾ അതാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. എന്നെ വീണ്ടും വിടൂ, ഞാനൊരു 25,000-നും 50,000-നും ഇടയ്ക്ക് മുസ്ലിങ്ങളെ കൊന്നിട്ട് വരാം, എന്നെ തൂക്കിക്കൊന്നോളൂ, അല്ലെങ്കിൽ ജീവിതാന്ത്യത്തോളം ജയിലിലിട്ടോളൂ, എനിക്ക് കുഴപ്പമില്ല. ആ ബജറംഗിയുടെ പേരാണ് ഓർഗനൈസറിനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ ബജറംഗി ഇന്ന് നവചേതന എന്ന് പറഞ്ഞ ഒരു സംഘടന നടത്തുന്നുണ്ട്. അയാള് ജയിലിലായതിനു ശേഷം, അങ്ങനെ ജയിലിലൊന്നും കിടന്നിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. 14 തവണ ജാമ്യം നേടി പുറത്തായിരുന്നു. അതിനുശേഷം സുപ്രീം കോടതി ഇപ്പോൾ അയാളെ പെർമനന്റ് ആയിട്ട് വിട്ടിരിക്കുകയാണ്. അയാൾ നവചേതന എന്നും പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ നടത്തണം. നവചേതനയുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അയാൾ തന്നെ ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, 700 ഹിന്ദു പെൺകുട്ടികളെ ഞാൻ രക്ഷിച്ചു. പ്രണയിക്കാൻ പോയ 700 പെൺകുട്ടികളെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. ആ സംഘടനയെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇതൊരു ഭീകര സംഘടനയാണ്, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘടനയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ ഈ ബജറംഗി മാത്രമല്ല, ഗുജറാത്തിൽ മാത്രമല്ല. അപ്പൊ മുന്ന എന്ന് ഒരു MP രാജ്യസഭയുടെ തലത്തിൽ വെച്ച് മറ്റൊരു MP വിളിക്കുന്ന തരത്തിൽ അത്രയും പ്രകടമായ മുന്നമാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. സിനിമ കണ്ടവരോട് മുന്ന ആരാണെന്ന് പറയേണ്ടതില്ല. ഈ മൗസിയുടെ അനന്തരവനാണ് മുന്ന. മുന്നയാണ് ഏറ്റവും വില്ലനായ കഥാപാത്രം. കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട്, അത് മുനമ്പത്ത് കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കും, തൃശ്ശൂര് കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കും, തിരുവനന്തപുരത്ത് കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കും. പക്ഷെ മുന്നയുടെ സ്വഭാവം കാണിക്കും. കൃത്യസമയം വരുമ്പം മുന്നയുടെ സ്വഭാവം കാണിക്കും. അവസാനം മൗസിയെ, ആ ഒരു രംഗം ഒന്നും മറക്കില്ല. എത്രയും നാളും ഓമനിച്ചു വളർത്തിക്കൊണ്ട് വന്നിരുന്ന മൗസിയെ കൊന്നിട്ടിരിക്കുമ്പോ അരിശന്തീരാഞ്ഞിട്ട് പോയി ചവിട്ടിക്കൂട്ടുന്ന. ഇതിനിടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കാൻ, എനിക്കത് അത്ഭുതം തോന്നി. നമ്മുടെ കേരളത്തിൽ ഒരു ചാനലിൽ നടത്തുന്ന ചർച്ചയിൽ BJPയുടെ ഒരു വക്താവ് വന്നിരുന്ന് പറയാണ്, ഗാന്ധിജി കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഗാന്ധിജി RSS ആവുമായിരുന്നു എന്ന്. എനിക്കങ്ങ് തല മറിച്ച പോലും ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. അതിന്റെ അർത്ഥം എന്താ? RSS ഞങ്ങൾ കൊന്നില്ലായിരുന്നെങ്കിൽ എന്നാണ് യഥാർത്ഥത്തിൽ ചേർക്കേണ്ടത്. ഞങ്ങൾ ഗാന്ധിജിയെ കൊന്നില്ലായിരുന്നെങ്കിൽ അയാൾ പോയി RSSക്കാരുമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അമ്മാതിരി പറയുന്ന തരത്തിൽ നമ്മുടെ ഈ ദിവസേനയുള്ള ചർച്ചകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാർ പറഞ്ഞ കറക്റ്റാണ്. ഇത് കാണാൻ എന്തിനാണ് നമ്മുടെ ജനറേഷൻ ഇവിടെ നിൽക്കുന്നത്? ഇപ്പോ ഒരു സിനിമ എടുത്തതിന്റെ പേരിൽ അതിന്റെ പ്രൊഡ്യൂസേഴ്സ്, അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, അതിന്റെ സംവിധായകർ ഇനിയും എത്ര കാലം കോടതി കയറി ഇറങ്ങേണ്ടി വരും? അതിനകത്ത് സിനിമയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട് എന്ന് നമുക്കറിയാം. ഇതിന്റെ ഒരു പൊളിറ്റിക്സ് വലതുപക്ഷ കോൺഗ്രസിന് അനുകൂലമായൊരു സിനിമ തന്നെയാണ്. അത് എത്ര ചീഞ്ഞതാണെങ്കിലും അത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു. സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആ നിലയിലൊക്കെ. പക്ഷെ 20 മിനിറ്റ് മതി അത് ചരിത്രത്തിൽ ആകുന്നതിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലേക്ക് ബജറംഗിമാർ പല പല വേഷങ്ങളിൽ തീർച്ചയായും വന്നുകൊണ്ടിരിക്കുകയാണ്, വന്നു കഴിഞ്ഞു. പക്ഷേ അതിനെ എത്ര കാലം, എപ്പോഴാണ് ഈ IUF അത് PKR എന്ന ബ്രാക്കറ്റിലേക്ക് മാറുന്നത് എന്ന് സിനിമ കണ്ടല്ലോ എല്ലാവരും, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് നമുക്ക്. കാരണം അത് ഇന്ത്യയിലുടനീളം പല സംസ്ഥാനങ്ങളിലും നടന്നതാണ്. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് അപ്പുറത്തേക്ക് പോകുന്ന കാഴ്ച പലയിടത്തും നമ്മൾ കണ്ടതാണ്, കേരളത്തിലും. അപ്പോൾ വരും തെരഞ്ഞെടുപ്പുകളെയൊക്കെ വളരെ പൊളിറ്റിക്കലായി ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നേരിടേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അപ്പോൾ കേരളത്തിലെ ഒരു പ്രതിരോധത്തിൻ്റെ എനിക്ക് അത്ഭുതകരമായി തോന്നിയൊരു കാര്യമാണ്, ഒരു ചെറിയ കാര്യമല്ല
മുഖ്യമന്ത്രി പോയിരുന്ന ആ സിനിമ കണ്ടു എന്നാണ്. അദ്ദേഹം എങ്ങനെ അത് കണ്ടു എന്നാണ് അദ്ദേഹം എന്ന് സൂചിപ്പിക്കത്തക്കവണ്ണം ധാരാളം സൂചനകളുണ്ട് അതിനകത്ത്. എന്നാലും പോയി കണ്ടു എന്നുള്ളത് വലിയൊരു പ്രതിരോധം തന്നെയാണ്. ആ പ്രതിരോധം കേരളത്തിൻ്റെ പ്രതിരോധമാണ്. പ്രതിപക്ഷ നേതാവും എല്ലാം ആ നിലയിൽ വലിയ രാഷ്ട്രീയമായി പ്രതിരോധം ഉയർത്തിയിട്ടുണ്ട്. ആ പ്രതിരോധം താഴെ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ രംഗങ്ങളിലെയും ഉയർത്തിക്കൊണ്ട് വരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. 3 വർഷം മുമ്പെടുത്ത സിനിമകളെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഇൻകം ടാക്സ് വന്നിരിക്കുന്നത്. ഇൻകം ടാക്സിന് എന്തായാലും ജോലി, ഇൻകം ടാക്സിന് കൃത്യമായ ജോലി ഉണ്ടല്ലോ, അതാത് സമയത്ത് അതാത് ജോലി ചെയ്യണം. ഇപ്പോഴാണോ അത് ചെയ്യുന്നത്? അപ്പോൾ ഇതെല്ലാം വളരെ ആസൂത്രിതമായ കാര്യങ്ങളാണ്. കലാ സംസ്കാരം തുടങ്ങിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കേരള സ്റ്റോറിയെക്കുറിച്ചൊക്കെ പറയേണ്ടതുണ്ട്. ഇതിനോട് ചേർത്ത് വെച്ചിട്ട് അതിനൊക്കെ സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിടുന്നു. എല്ലാവർക്കും നമസ്കാരം.